ഡോക്ടറെ, അസിഡിറ്റി മൂലം സന്ധിവാത രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്ന് പല അസിഡിറ്റി ഉള്ള രോഗികൾ നമ്മളോട് ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുമ്പോൾ സംശയമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് വയറ് അമിതമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ശരീരം പല ലവണധാതുക്കളും പുറപ്പെടുവിക്കുന്നുണ്ട്. അതിലൊന്നാണ് കാൽഷ്യം എന്ന് പറയുന്നത്. ഈ കാൽഷ്യം ശരീരത്തിന് ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ്. അത് മാത്രമല്ല, എല്ലുകളിൽ ഇത് കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ച കാൽഷ്യം തിരിച്ച് ശരീരം എടുത്ത് ഇതുപോലെയുള്ള അസിഡിറ്റി ഉണ്ടാകുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ അസിഡിറ്റി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന് അമിതമായിട്ട് കാൽഷ്യത്തിന്റെ ഒരു നീഡ് വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അസ്ഥികളിൽ നിന്ന് കാൽഷ്യം വീണ്ടും ശരീരം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയും, എല്ലുകൾ കാൽഷ്യത്തിന്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ ശരീരത്തിനും ജോയിന്റ്സിന് വേദന ഉണ്ടാവും, അസ്ഥികൾക്ക് ബലക്കുറവുണ്ടാവാം. അതുകൊണ്ട് നടുവേദന, വാതരോഗങ്ങൾ, ജോയിന്റ്സിന് നീർക്കെട്ടുണ്ടാകുക, ഇതൊക്കെ ആ സമയത്ത് അനുഭവപ്പെടുക. അത് 1-2 ദിവസം കൊണ്ട് വരികയില്ല. പ്രത്യേകിച്ച് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന അസിഡിറ്റി ഉള്ളവരിൽ ഇങ്ങനെ സന്ധിവാതവും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം